2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രീപോൾ സർവേ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മെഗാ പ്രീപോൾ സർവേ, അതായത് ലോക് പോൾ റിസൾട്ട് ഫോർ കേരള 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ലോക് പോൾ നടത്തിയ സർവേയുടെ വിശദാംശങ്ങളാണ് നമ്മൾ പങ്കുവെക്കുന്നത്. കേരളത്തിൽ ഇടതുമുന്നണിക്ക് 51 മുതൽ 59 വരെ സീറ്റും, UDF-ന് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF-ന് 81 മുതൽ 86 വരെ സീറ്റും, NDA-ക്ക് 0 മുതൽ 2 സീറ്റും ലഭിക്കും എന്നാണ് ലോക് പോൾ സർവേ പറയുന്നത്. അതായത് കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്നും 10 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുമുന്നണിക്കും CPM-നും ഇത്തവണ കേരളത്തിൽ ഭരണം നഷ്ടപ്പെടുമെന്നും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നുമാണ് ലോക് പോൾ സർവേയിൽ വ്യക്തമാക്കുന്നത്. വോട്ടിംഗ് ശതമാനം, അതായത് വോട്ട് ശതമാനം പരിശോധിക്കുമ്പോൾ ഇടതുമുന്നണിക്ക് 39 മുതൽ 41% വരെ വോട്ട് ലഭിക്കുമ്പോൾ UDF-ന് 43 മുതൽ 45% വരെ വോട്ടും, NDA-ക്ക് BJP നേതൃത്വം നൽകുന്ന NDA-ക്ക് 13 മുതൽ 15% വരെ വോട്ട് ലഭിക്കുമെന്നും മറ്റുള്ളവർക്ക് എല്ലാം, അതായത് സ്വതന്ത്രരും മറ്റ് ചെറു രാഷ്ട്രീയ പാർട്ടികളും മുന്നണിയിലില്ലാത്ത ചെറു രാഷ്ട്രീയ പാർട്ടികൾക്കുമെല്ലാം കൂടി 2 മുതൽ 3% വരെ വോട്ട് ലഭിക്കുമെന്നാണ് ലോക് പോൾ സർവേയിൽ പറയുന്നത്. നമ്മൾ സോൺ തിരിച്ച് പരിശോധിക്കുമ്പോൾ നോർത്ത് സോൺ, അതായത് വടക്കൻ മേഖലയിൽ 11 മുതൽ 16 സീറ്റ് വരെയാണ് ഇടതുമുന്നണിക്ക് പ്രവചിക്കുന്നത്. UDF-ന് 32 മുതൽ 37 സീറ്റ് വരെ വടക്കൻ മേഖലയിൽ നിന്ന് പ്രവചിക്കുകയാണ്. NDA-ക്ക് 1 സീറ്റ് പോലും വടക്കൻ മേഖലയിൽ ലഭിക്കില്ല എന്നും ലോക് പോൾ സർവേ പറഞ്ഞു വെക്കുന്നു. മധ്യമേഖലയിൽ ഇടതുമുന്നണിക്ക് 18 മുതൽ 23 വരെ സീറ്റ് ലഭിക്കുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് 30 മുതൽ 35 വരെ സീറ്റ് ലഭിക്കുമെന്നാണ് സർവേ പറയുന്നത്. NDA-ക്ക് മധ്യമേഖലയിലും സീറ്റ് ലഭിക്കില്ല എന്ന് സർവേ വ്യക്തമാക്കുന്നു. തെക്കൻ ജില്ലകളിലേക്ക് കടന്നു പോകുമ്പോൾ 19 മുതൽ 23 വരെ സീറ്റുകൾ ഇടതുമുന്നണിക്കും, 13 മുതൽ 17 വരെ സീറ്റുകൾ UDF-നും, NDA-ക്ക് 0 മുതൽ 2 വരെ സീറ്റുകൾ പ്രവചിക്കുന്നു. അതായത് തെക്കൻ മേഖലയിൽ മാത്രമാണ് ഇടതുമുന്നണിക്ക് ഒരു കേവല മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയുന്നത്. വോട്ടിംഗ് ശതമാനത്തിലും സീറ്റ് എണ്ണത്തിലും UDF-ന് മറികടക്കാൻ കഴിയുന്നത് തെക്കൻ ജില്ലകളിൽ മാത്രമാണെന്നാണ് ഈ സർവേ പറഞ്ഞു വെക്കുന്നത്. അതായത് വടക്കൻ കേരളത്തിൽ മുസ്ലിം വോട്ടുകൾ കഴിഞ്ഞ തവണ നഷ്ടമായ 2016-ലും 2021-ലും നഷ്ടമായ മുസ്ലിം വോട്ടുകൾ എൻ ബ്ലോക്കായി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് എത്തുമെന്നാണ് പറയുന്നത്. ഇടതുമുന്നണിക്കെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ UDF-ന്റെ മുന്നേറ്റമുണ്ടാകുമെന്നും അതിൽ മലപ്പുറത്ത് സമ്പൂർണ്ണ ആധിപത്യം UDF ഉണ്ടാകുമെന്നും കോഴിക്കോട് അപ്രതീക്ഷിത അട്ടിമറികൾ സൃഷ്ടിക്കുമെന്നും സർവേ പറഞ്ഞു വെക്കുകയാണ്. അതോടൊപ്പം തന്നെ BJP മികച്ച പ്രകടനം കാഴ്ചവെക്കും കോഴിക്കോട്, അതോടൊപ്പം തന്നെ കാസർഗോഡ്, പാലക്കാട് ജില്ലകളിൽ BJP മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും സർവേ പറഞ്ഞു വെക്കുന്നുണ്ട്. മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ സീറോ മലബാർ വോട്ടുകളും ലാറ്റിൻ കത്തോലിക്ക വോട്ടുകളും ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് എത്തുമെന്നും തൃശ്ശൂരിലും എറണാകുളത്തും കോൺഗ്രസിന് മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഈ സർവേ പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനികൾക്കിടയിൽ, ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ ഒരു BJP വിരുദ്ധ കൺസോൾട്ടേഷൻ ഉണ്ടാകുമെന്നാണ് ഈ സർവേ പറയുന്നത്. അതോടൊപ്പം തന്നെ റബ്ബർ കർഷകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കോട്ടയം, എറണാകുളം തുടങ്ങിയ ജില്ലകളിൽ ഇടതുമുന്നണിയിൽ നിന്ന് വോട്ടുകൾ കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുമെന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2020 BJP കൂട്ടുകെട്ട് 2020 NDA-യിൽ ചേർന്നത് യാതൊരുവിധ അലികളികളും മധ്യ കേരളത്തിൽ ഉണ്ടാക്കില്ലെന്നും സർവേ പറയുന്നു. തെക്കൻ കേരളത്തിൽ ഇടതുമുന്നണിക്ക് നേരിയ മുൻതൂക്കം ഉണ്ടാകുമെന്നും എന്നാൽ ക്രിസ്ത്യൻ, മുസ്ലിം, നായർ വോട്ടുകൾ ഇത്തവണ കൂടുതലായി UDF-നും ഐക്യ ജനാധിപത്യ മുന്നണിക്കും ലഭിക്കുമെന്നും തിരുവനന്തപുരത്ത് BJP-ക്ക് വീണ്ടും അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഈ സർവേയിൽ പറയുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ സർവേ ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ തെലങ്കാന, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം കൃത്യമായി പ്രവചിച്ച ഏജൻസിയാണ് കേരളത്തിലെ ഫലം കൂടി കൃത്യമായി പ്രവചിച്ചിരിക്കുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ഈ പ്രവചനം യാഥാർത്ഥ്യമാകുവാൻ തന്നെയാണ് സാധ്യത.